ആരെ തൃപ്തിപ്പെടുത്താനാ ഇങ്ങനെ പെടപ്പാടപ്പെടുന്ന? എന്തൊക്കെയാണ് നീ പറയുന്നത്? സങ്കടം വരും അമ്മ. ഇപ്പൊ ഒറ്റയ്ക്കിരുന്ന് ഞാനൊന്നും ചിന്തിക്കാറില്ല. അറിയാതെ കരഞ്ഞു പോവും. മുമ്പത്തെ പോലെ എന്തും തരണം ചെയ്യാനുള്ള മനസ്സൊക്കെ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. ഇനി കൂടുതലൊന്നും ചിന്തിക്കണ്ട. കാര്യങ്ങൾ അറിയിക്കുക. വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവര് വിശ്വസിക്കട്ടെ. ഓ, കൊലക്കുറ്റമൊന്നും അല്ലല്ലോ. കൊച്ചിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു വേഷം മാറൽ, ഇത് ഇത്രത്തോളം കുഴപ്പമുണ്ടാക്കുന്ന ഞാൻ ഓർത്തില്ല മോളെ. ഓർത്തിരുന്നെങ്കിൽ ഇതൊന്നും നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കില്ലായിരുന്നു. ചിലര് പറയും ഒന്ന് കരഞ്ഞ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ഒക്കെ വെറുതെയാ, ചുമ്മാ പറയുന്നതാ. അല്ല, ഞാനിത് ആരോടായി പറയുന്നത്? എല്ലാ രാത്രിയും അമ്മയുടെ അടക്കി പിടിച്ച തേങ്ങല് കേട്ടോണ്ടാ ഞാൻ ഉറങ്ങാറും. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ കരഞ്ഞു തന്നെയാ ദുരിതങ്ങളെ തോൽപ്പിച്ചത്. പിടിച്ചു നിന്നതും ആ കരച്ചിലിന്റെ പുറത്താ. മോളെ, ഈ പരിഗണന എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏത് തളർന്ന ശരീരത്തെയും ഏത് ഉടഞ്ഞ മനസ്സിനെയും അത് ഉയർത്തിക്കൊണ്ടുവരും. വിഷ്ണുവിന് നിന്നെ മനസ്സിലാക്കാനും നിന്റെ വേദനയുടെ ആഴം അറിയാനുമുള്ള കഴിവുണ്ട്. നിന്റെ ഒരു ചിരി മതിയാകും അവനിതൊക്കെ മറക്കാൻ. മറ്റു ചിലപ്പോ ഒരു ആയുസ് മുഴുവൻ കാത്തിരുന്നാലും ഇതൊന്നും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മ പറയുന്നത്, ഇനി ഒരു ആലോചനയോ ചിന്തയോ ഒന്നും വേണ്ട. നാളെ തന്നെ നടന്ന വിവരങ്ങളെല്ലാം അവനെ അറിയിക്കണം. സത്യമ്മ വിളിച്ചപ്പോ നീ ചെല്ലൂന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. ചെല്ലണം. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഡീ, ഇത്രയും കാലം നീ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ. ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കും മോളെ. അപ്പൊ നിനക്ക് കിട്ടുന്നത് നിന്റെ ജീവിതമായിരിക്കും.